ഹായ് കൂട്ടുകാരെ, ഇച്ചായന്റെ ചിപ്പോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കൊണ്ടൊരു പേരിയാണ്. അപ്പോ എങ്ങനെ കോളിഫ്ലവർ നന്നാക്കണം എന്നുള്ള വീഡിയോ ആണ് ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മൾ കോളിഫ്ലവർ ഒക്കെ നന്നാക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു പച്ച പുഴുവിനെ നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പൊ കോളിഫ്ലവറിലൊക്കെ നമുക്ക് പച്ചപ്പുഴുവിനൊക്കെ കാണാനായിട്ട് പറ്റും, പുഴുക്കളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് നന്നാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ആദ്യമേ കോളിഫ്ലവർ ഇതേപോലെ ചെറുതാക്കി നുറുക്കി ഇതിലേക്ക് ഇടാം. അതിനുശേഷം ഒരു പാത്രത്തില് വെള്ളം ചൂടാക്കി എടുക്കാം. അതിലേക്ക് 1 സ്പൂണ് കല്ലുപ്പ് ഇടുന്നുണ്ട്. 2 സ്പൂണോളം കല്ലുപ്പ് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് കോളിഫ്ലവറിൽ സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് ഈ ചൂടുവെള്ളം, തിളച്ച ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു വെക്കാം. ഒരു 10-15 മിനിറ്റോളം ഇങ്ങനെ വെക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ഈ വിഷമൊക്കെ അടിച്ചു വരുന്ന പച്ചക്കറികളാണ്. അപ്പോൾ പ്രത്യേകിച്ച് കോളിഫ്ലവറിൽ നന്നായിട്ട് വിഷമൊക്കെ അടിച്ചിട്ടുണ്ടാവും. അതൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ 3-4 പ്രാവശ്യം കഴുകിയെടുക്കുന്നത്. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് ഉപ്പേരിക്കായിട്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ചീഞ്ചട്ടി സ്റ്റൗവിൽ വെക്കുക. അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 5-10 വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടിയിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്വല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് 1-2 സ്പൂണോളം കുത്തിപ്പൊടി ഇട്ട് കൊടുക്കാം. അതായത് വറ്റൽമുളക് പൊടിച്ചെടുത്തതാണ് കുത്തിപ്പൊടി എന്ന് പറയുന്നത്. അത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് നാളികേരം ചിരകിയത് ഒരു 2-3 സ്പൂണോളം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം. സ്വല്പം ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാകത്തിനനുസരിച്ച് വേണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഗ്രീൻ പീസ് ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 3 മുട്ട ആവശ്യമാണ്. അതിനായിട്ട് ഞാൻ ഒരു ബൗളില് 3 മുട്ട പൊട്ടിച്ചിടാണ്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം, ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട്. അതിനുശേഷം വേറെ സ്റ്റവില് നമ്മൾ ചെറിയൊരു ചീഞ്ചട്ടിയിൽ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ അടിച്ചെടുത്ത മുട്ട അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ചിക്കി എടുക്കുക. ഇതുപോലെ ഇങ്ങനെ ചിക്കി എടുക്കണം. അതങ്ങനെ തന്നെ നമ്മൾ ഈ കോളിഫ്ലവറിന്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പൊ നമ്മള് കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു ഉപ്പേരി അടിപൊളി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ വീടുകൾ ട്രൈ ചെയ്യണം. അപ്പൊ ഇതുപോലത്തെ നല്ല റെസിപ്പീസുമായി മറ്റൊരു ദിവസം വരുന്നതാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.